ഭാരതീയ പുരാണങ്ങളിലെ ബ്രഹ്മാവിനെ രചിച്ച ഒരു സമയത്തെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്. ആ പരാമർശം പറഞ്ഞിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്: അത് മനസ്സിലാക്കി തരാൻ ദൈവം തന്നെ വരേണ്ട വരും എന്നാണ്. ആ പരാമർശം ഇതാണ്: തമസ് തമസിലാണ്ടിരുന്ന സമയം, സത്തും അസത്തുമല്ലാതിരുന്ന സമയം, ശേഷനാഗനായ ഭഗവാന് സൃഷ്ടി നടത്തണമെന്ന ഇച്ഛ ഉദിച്ച മാത്രയിൽ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവിനോട് ഈശ്വരൻ സൃഷ്ടി നടത്താൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് നിസ്സഹായത കാണിച്ചു. ബ്രഹ്മാവിനോട് തപസ്സിന് ശേഷം സൃഷ്ടി നടത്താൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് തപസ്സിലൂടെ സൃഷ്ടി നടത്തി. ബ്രഹ്മകുമാരീസിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. 1936 ഒരു ഗൃഹസ്ഥൻ, അതിശ്രേഷ്ഠനായൊരു ഭക്തൻ, 12 ഗുരുക്കന്മാരെ വച്ചുകൊണ്ടിരിക്കുന്ന ആള്, ഒരു കോടീശ്വരനായ രത്നവ്യാപാരിക്ക് ഭഗവത്ഗീതയിൽ പറയുന്ന 11-ാം അധ്യായത്തിൻ്റെ ഒരു സാക്ഷാത്കാരം ഉണ്ടായി. ഈ ഭൂമി ഒരു ഭീകരമായ വിനാശത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. 36 ഭൂമിയിലാകെ 200 കോടി മനുഷ്യരുള്ളൂ. ഭൂമിയിൽ ഒരു അണുബോംബ് പൊട്ടിയിട്ടില്ല. ഭൂമിയിൽ കുറച്ചും കൂടി നന്മകളുണ്ട്. പക്ഷേ ഈശ്വരൻ കാണിച്ചു കൊടുത്തതാണ്: ഭൂമി ഭീകരമായ ജനപ്പെരുപ്പത്തിലേക്ക് കടക്കും. ആണവായുധങ്ങൾ ഭൂമിയിൽ നിറയും. മസലങ്ങൾ വെച്ച് മനുഷ്യരെ അടിച്ചു മരിക്കും. അദ്ദേഹം ആദ്യം ഭയന്നു പോയി. ഈശ്വരൻ വീണ്ടും ഒരു സാക്ഷാത്കാരം കാണിച്ചു കൊടുത്തു: ഭൂമി സ്വർഗമായി മാറും, ഭയപ്പെടേണ്ട കാര്യമില്ല. ആ നിമിഷം മഹാബലി അദ്ദേഹം പൂർണ്ണമായി തൻ്റെ വീടും തൻ്റെ സമ്പത്തും ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് ഒരു യജ്ഞം ആരംഭിച്ചു. 14 വർഷത്തെ തപസ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഓം ധ്വനി മുഴക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഓം ബാബ എന്നാക്കി. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ഓം മണ്ഡലി എന്നാക്കി. 14 വർഷം ഏതാണ്ട് 400 പേര്, അതിലേതാണ്ട് 300 പെൺകുട്ടികൾ കഠിന തപസ് ചെയ്തതിന് ശേഷം ഈ 2 പെൺകുട്ടികളെ 1951 മുതലേ അദ്ദേഹം നാടിൻ്റെ നാനാഭാഗത്തേക്ക് അയച്ചു. ഭാഷ അറിയാത്ത, നാണയം എന്താണെന്ന് പോലും അറിയാത്ത, ലോകത്തിൻ്റെ യാതൊരുവിധ ഭൗതിക ലൗകിക കാര്യങ്ങൾ അറിയാത്ത ഈ കൊച്ചു പെൺകുട്ടികൾ നാടിൻ്റെ നാനാഭാഗത്തേക്ക് നീങ്ങി അവരുടെ തപസ്സിൻ്റെ ബലം കൊണ്ട്, ഈശ്വരൻ നൽകിയ അറിവിൻ്റെ ബലം കൊണ്ട്, ഈ പ്രസ്ഥാനം കൊടുത്ത അറിവ്, ഈശ്വരൻ കൊടുത്ത അറിവ് എല്ലായിടത്തേക്കും വ്യാപിപ്പിച്ചു. അതിരൂക്ഷമായ എതിർപ്പുകളായിരുന്നു ബ്രഹ്മകുമാരീസിന് ആദ്യകാലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ, ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒത്തുകൂടുന്നൊരു സ്ഥലമാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ മുഖ്യാസ്ഥാനമായ മൗണ്ട് അബു. ഈ വിദ്യാലയം എല്ലാവരെയും ഒറ്റക്കാര്യമേ പഠിപ്പിക്കുന്നുള്ളൂ: മനുഷ്യൻ മരിച്ചു പോകുന്ന ശരീരമല്ല, മനുഷ്യൻ്റെ യഥാർത്ഥം അനശ്വരമായ ആത്മാവാണ്. ഭഗവത്ഗീതയിൽ ഈശ്വരൻ ആണയിട്ട് പറയുന്ന കാര്യം, ഭാരതം ആണയിട്ട് ഉദ്ഘോഷിച്ച കാര്യം ഇതാണ്: ഓരോ മനുഷ്യനും അനശ്വരമായ ആത്മാവാണ്. ആ ബോധം മറന്ന് നശിച്ചു പോകുന്ന ദേഹമാണെന്ന് വിചാരിച്ച് മരിക്കുന്നതിന് മുമ്പ് പരമാവധി സുഖിക്കണമെന്നുള്ള നെട്ടോട്ടത്തിൽ കൊന്നും കൊലവിളിച്ച് നടക്കുന്ന ഈ മനുഷ്യൻ്റെ അവസാനം അതുതന്നെയായിരിക്കും. ആ കൂട്ടക്കുരുതിയാണ് വ്യാസമഹർഷി മഹാഭാരതമായിട്ട് കാണിച്ചത്. ആ കൂട്ടക്കുരുതിയുടെ നടുവിൽ ഈശ്വരൻ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. ഒരു അർജുനനെയല്ല, മാനവകുലത്തെ പഠിപ്പിക്കുകയാണ്. ഓരോരുത്തരും അനശ്വരമായ ആത്മാവാണെന്നുള്ള ബോധത്തിലേക്ക് വരുമ്പോൾ, നമ്മളെല്ലാവരും ഈശ്വരൻ്റെ കുട്ടികളാണെന്നുള്ളൊരു ബോധത്തിലേക്ക് വരുമ്പോൾ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചരടിൽ കോർക്കപ്പെടാൻ സാധിക്കും. ഈ അറിവാണ് 75-76 കൊല്ലമായിട്ട് ബ്രഹ്മകുമാരീസ് വിദ്യാലയം കൊടുക്കുന്നത്. ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാലയം ധാരാളം പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രം ഞാനിവിടെ പറയുകയാണ്. 85 കന്യാകുമാരിയിൽ നിന്ന് ഡൽഹി വരെ ഒരു യൂത്ത് പദയാത്ര ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും സന്ദർശിച്ച് മനുഷ്യരോട് യാചിച്ചു: നിങ്ങളുടെ പുകവലി, മദ്യപാനം, ഈ ശീലങ്ങളെല്ലാം ഞങ്ങൾക്ക് തരാൻ. 5 മാസം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നടന്നവരത് തേടിയെടുത്തു. 86 ബ്രഹ്മകുമാരീസിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, മില്യൺ മിനിറ്റ്സ് ഓഫ് പീസ് അപ്പീൽ. നമ്മളെല്ലാവരും ശാന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. കോടിക്കണക്കിന് മിനിറ്റുകളാണ് ബ്രഹ്മകുമാരീസിന് സമർപ്പണം ചെയ്തത്. 88 ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഗ്ലോബൽ കോപ്പറേഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. ഒരു പുതിയ ലോകത്തിന് വേണ്ടി സഹകരിക്കുക എന്നുള്ളതായിരുന്നു ആ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. 92 ഷെയറിംഗ് വാല്യൂസ് ഫോർ എ ബെറ്റർ വേൾഡ്. എല്ലാവരും അവരുടെ നന്മകൾ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു ആ വർഷം ചെയ്തത്. 96 തമിഴ്നാട് സോണലിൻ്റെ വകയായിട്ട് ഒരു വലിയൊരു പ്രോജക്റ്റ് നടന്നു, മാനവമുക്തിക്കായി മഹാജ്ഞാന യജ്ഞം. ആ സമയത്താണ് ഞാനൊക്കെ ബ്രഹ്മകുമാരീസിൽ വന്നത്. വളരെ വിചിത്രമായ ഒരു യജ്ഞമായിരുന്നു അത്. എല്ലാവരോടും പറഞ്ഞു, ഒരു ദുർഗുണം തരണം, ഒരു സദ്ഗുണം ഈ യജ്ഞത്തിൽ നിന്ന് എടുക്കണം. വളരെ വിപുലമായൊരു രീതിയിലാണ് അത് മദ്രാസ് സോൺ നടത്തിയത്.
2000 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, കൾച്ചർ ഓഫ് പീസ് ആൻഡ് നോൺ വയലൻസ്. 6 നോബൽ പ്രൈസ് വിന്നേഴ്സ് തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റ് ഐക്യരാഷ്ട്രസഭയുടെ അനുമതിയോടുകൂടി ബ്രഹ്മകുമാരീസ് ലോകം മുഴുവൻ നടപ്പാക്കി. ഏതാണ്ട് 10 കോടി വ്യക്തികൾ ആ മാനിഫെസ്റ്റോയിൽ ഒപ്പിടിക്കാൻ ബ്രഹ്മകുമാരീസിനെ കൊണ്ട് സാധിച്ചു. 2011 ബ്രഹ്മകുമാരീസിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ശുഭഭാവനയുടെ ശതകോടി നിമിഷങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സദാ ചിന്തിക്കുക, നമ്മൾ വീട്ടിലിരുന്ന് പ്രാവിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ നന്നാവില്ല, നീ നന്നാവില്ല, ഈ വീട് നന്നാവില്ല, ഭൂമി നന്നാകില്ല, നമ്മുടെ നാട് ഒരിക്കലും നന്നാകില്ല. ഈ ശാപവചനങ്ങളാണ് ലോകത്തെ നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ നന്നാകും, നീ നന്നാകും, നമ്മുടെ നാട് നന്നാകും, നമ്മുടെ വീട് നന്നാകും, നിരന്തരം ഇങ്ങനെ പറയുന്ന ഒരു പ്രോജക്റ്റായിരുന്നു അത്. ഈ വർഷം ബ്രഹ്മകുമാരീസ് ഒരു പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്, ഐ ആം ഫോർ പീസ്. ഞാൻ ജീവിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ കാര്യമാണ് ഈ വിദ്യാലയം ചെയ്യുന്നത്. ഈ മൂല്യമില്ലാത്ത ഈ ശരീരത്തിൽ മൂല്യമുള്ളൊരു ആത്മാവുണ്ട്. ആ മൂല്യമുള്ള ആത്മാവിൽ ധാരാളം മൂല്യങ്ങൾ ഇരിപ്പുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവരിക. ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പരിപാടികളും അതിനു വേണ്ടിയിട്ടാണ്. ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തിൻ്റെ സ്ഥാപകൻ പറയാറുണ്ട്, ഒരു ദിവസം ലോകം പറയും ഏഹി ഹേ ഏഹി ഹേ, ഇതാണ് സത്യം, ഇതാണ് സത്യം എന്ന് പറയും. സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മകുമാരീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓം ശാന്തി.